നമസ്കാരം സനോജ്. നമസ്തേ സനോജ്, ഇപ്പോൾ തിരുവനന്തപുരം നിവാസികൾ പലരും ചോദിക്കുന്നത് എന്താണ് ഈ ഫോറൻസിക് ഓഡിറ്റ്? ഈ ഫോറൻസിക് ഓഡിറ്റിനെ നമ്മുടെ ശിവൻകുട്ടിയും ശബരിനാഥും ഒക്കെ, ശബരിനാഥിന് എത്ര ഭയമുണ്ടോ എന്ന് എനിക്കറിയില്ല, ശിവൻകുട്ടിക്ക് എന്തായാലും വല്ലാത്ത ഭയം തട്ടിയിട്ടുണ്ട്. ഫോറൻസിക് ഓഡിറ്റ്, അത് ഫോറൻസിക് എന്ന് കേട്ടാൽ തന്നെ പുള്ളിക്ക് കുളിരും പനിയുമാണെന്നാണ് തിരുവനന്തപുരം നിവാസികൾ പറയുന്നത്. എന്താണ് ഈ ഫോറൻസിക് ഓഡിറ്റ്? അല്ല, ശിവൻകുട്ടിക്കെന്ന് മാത്രമല്ല തിരുവനന്തപുരത്തെ സഖാക്കൾക്ക് മൊത്തം, ഇപ്പോൾ തിരുവനന്തപുരം നിവാസികളായ തിരുവനന്തപുരം നഗരസഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സഖാക്കന്മാരും ഈ ഒരു ഫോറൻസിക് ഓഡിറ്റ് എന്നുള്ള ഒരു പദത്തിനെ ഭയക്കുന്നുണ്ട്. കാര്യം ഇത് വി രാജേഷ് കഴിഞ്ഞ ഒരു ദിവസം ഒരു പത്രസമ്മേളനത്തിലാണ് പറഞ്ഞത്, ഈ കഴിഞ്ഞ കാലത്തെ LDF ഭരണത്തിലുണ്ടായ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിന് വേണ്ടി നഗരസഭ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ഫോറൻസിക് ഓഡിറ്റ് നടത്തുമെന്ന്. ഫോറൻസിക് ഓഡിറ്റ് എന്ന് പറയുന്നത് സാധാരണ രീതിയിലുള്ള ഒരു ഓഡിറ്റിംഗ് മാത്രമല്ല, ഡീറ്റെയിൽഡ് എക്സാമിനേഷനാണ്. കാര്യം ഏതൊക്കെ പ്രോജക്റ്റുകൾ നടത്തിയിട്ടുണ്ട്, ഏതൊക്കെ പ്രോജക്റ്റിന് ടെൻഡർ വിളിച്ചിട്ടുണ്ട്, ആ പ്രോജക്റ്റുകൾ ഏത് രീതിയിലാണ് ഇപ്പോൾ അതിൻ്റെ ഓരോ പദ്ധതിക്കും വിളിച്ച ടെൻഡറുകൾ നടപ്പാക്കിയിട്ടുണ്ടോ, അത് എങ്ങനെയാണ് ആ ടെൻഡർ നടപ്പിലാക്കിയത്, ഈ മതിയായ ടെൻഡറുകൾ വന്നിട്ടുണ്ടോ, അതോ ഇഷ്ടക്കാർക്ക് വേണ്ടി പ്രത്യേകം ഒരു ടെൻഡർ ഉണ്ടാക്കി കൊടുത്തതാണോ, തുടങ്ങി സകലമാണ് ഇതിൻ്റെ A to Z കാര്യങ്ങൾ അറിയാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഫോറൻസിക് ഓഡിറ്റ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫോറൻസിക് ഓഡിറ്റ് നടത്തി കഴിയുമ്പോൾ തിരുവനന്തപുരം നഗരസഭയുടെ കഴിഞ്ഞ കാല ചരിത്രം വളരെ ഡീറ്റെയിലായിട്ട്, വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്ന രീതിയിലായിരിക്കും വരുന്നത്. അത് പുറത്ത് വന്നു കഴിഞ്ഞാൽ ശേഷിക്കുന്ന കുറച്ച് തരിക്കണൽ കൂടിയേ ഇനി ഇവിടെ ഉള്ളൂ. അതും കൂടി വെള്ളമൊഴിച്ച് കിടത്തേണ്ട അവസ്ഥ വരും തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും അത് പുറത്ത് വരരുത്, ആ തരത്തിലുള്ള ഫോറൻസിക് ഓഡിറ്റ് വരരുത് എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ LDF നടത്തിയ നാടകങ്ങളൊക്കെയും, ആദ്യം ഈ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട ഒരു വിവാദം കൊണ്ടുവരുന്നു. അത് അന്ന് തന്നെ തിരിച്ച് സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ തൊട്ടടുത്ത ദിവസം മേയറെ ഖരാവേ ചെയ്യുന്നു, മേയറെ റൂമിനകത്തേക്ക് കയറി പോകാൻ സമ്മതിക്കുന്നില്ല, സുഗതന്റെ വിഷയം എടുത്തിടുന്നു. അതിനെ തുടർന്ന് പിന്നെയുള്ളത് നമ്മൾ കണ്ടതാണ്, ഈ കൗൺസിൽ യോഗത്തിലുണ്ടായ പ്രശ്നങ്ങൾ, അവിടെ ശബരിനാഥനെ മുൻനിർത്തിക്കൊണ്ട് നടത്തിയ നാടകം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ കൃത്യമായി ഇതിൽ പങ്കുള്ള ചില രാഷ്ട്രീയ നേതാക്കൾ ഉണ്ട് എന്നാണ് തിരുവനന്തപുരം നഗരം കേന്ദ്രീകരിച്ച് തന്നെയുള്ള പരക്കെയുള്ള ഒരു സംസാരം. കാര്യം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവിടെ നടന്നത് LDFൻ്റെ ഒരു അപ്രമാദിത്യം തന്നെയായിരുന്നു. കാര്യം അവർക്ക് തോന്നുന്ന ആളുകൾക്ക് നഗരസഭയുടെ പല പല ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നു. പ്രത്യേകിച്ചും ഇവിടുത്തെ നഗരത്തിലെ പല വിധമായ അനധികൃത പാർക്കിംഗ് ഗ്രൗണ്ടുകൾ, അവിടത്തേക്ക് ഭീമമായ കൊള്ള. ഈ കഴിഞ്ഞ ആറ്റുകാൽ പൊങ്കാലയ്ക്കാണ് പുതിയ മേയറായിട്ടുള്ള VV രാജേഷ് ഇറങ്ങി നേരിട്ട് ഈ ഒരു കൊള്ള കൈയോടുകൂടി പിടികൂടുന്നത്. ഒരു ബസ് മണിക്കൂറുകൾ പാർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു കാർ മണിക്കൂറുകളോളം പാർക്ക് ചെയ്യുന്നതിന് 400, 500, 800 രൂപ വാങ്ങിക്കുന്ന ഭീമമായ കൊള്ള അന്ന് നേരിട്ട് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിളിച്ച് പറഞ്ഞു കാണിച്ചു, ആ റെസിപ്റ്റ് ഉൾപ്പെടെ. അതിനുശേഷം അനധികൃതമായി തിരുവനന്തപുരം നഗരം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന പല ഇത്തരത്തിലുള്ള പാർക്കിംഗ് കേന്ദ്രങ്ങളും അടച്ചുപൂട്ടുകയുണ്ടായി. ഇനിയും നിരവധി കേന്ദ്രങ്ങൾ പൂട്ടേണ്ടതായിട്ടുണ്ട്. അത് ഉടനെ തന്നെ അതിൻ്റെ നടപടികളിലേക്ക് കടക്കുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ വിധ കാര്യങ്ങളുമായി മുന്നോട്ട് പോയി. ഇപ്പം അനധികൃതമായി പ്രവർത്തിക്കുന്ന ഭക്ഷണശാലകൾ, അതിൻ്റെ ലൈസൻസുകൾ റദ്ദാക്കാനുള്ള ഒരു പദ്ധതിയും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതും തുടങ്ങിയതേ ഉള്ളൂ. അങ്ങനെ ഈ നഗരസഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സകലമാന കാര്യങ്ങളിലും കൃത്യമായ ഇടപെടലുകളിലൂടെ കഴിഞ്ഞ കാലങ്ങളിലെ കൃത്രിമത്വങ്ങളും അതുപോലെ തന്നെ അഴിമതികളും കണ്ടെത്താൻ ഇപ്പോൾ പുതിയതായി വന്നിരിക്കുന്ന VV രാജേഷിൻ്റെ നേതൃത്വത്തിലുള്ള BJPയുടെ നഗരസഭ കൗൺസിൽ സ്റ്റാൻഡിംഗ്, ആ ഒരു കൗൺസിലർമാരുടെ ഒരു കൂട്ടായ്മ അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൽ കൃത്യമായി ഭയപ്പാടുള്ളത് CPM തന്നെയാണ്. കാര്യം കഴിഞ്ഞ കാലങ്ങളിൽ ഇതിലെ പല നേതാക്കളും ഇതിൻ്റെ മാസപ്പടി ഇപ്പോഴും വാങ്ങുന്നുണ്ടെന്നാണ് അറിവ്. പല പാർക്കിംഗ് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നതിനും ഇപ്പോൾ എന്തിനാ ഇവിടെ പാളയത്തെ അനധികൃതമായിട്ടുള്ള കെട്ടിടങ്ങൾ, പൊളിച്ചുമാറ്റിയ കടകൾ, ഇവയൊക്കെ ഒരു മാനദണ്ഡത്തിൻ്റെയും അടിസ്ഥാനമല്ലാതെ ഇഷ്ടക്കാർക്ക് എഴുതി കൊടുക്കുകയായിരുന്നു. പാളയം മാർക്കറ്റിലൊക്കെ ഈ ഹഫ്ത പിരിവ് പോലെ, ആഴ്ചയിൽ പിരിവ് പോലും ഉണ്ടായിരുന്നു. ഇതിൽ ഈ സഖാക്കന്മാർക്കിടയിൽ തന്നെ ഒരു അടക്കം പറച്ചിലുള്ളത്, ഇതിന്റെയൊക്കെ കൃത്യമായ വിഹിതം എത്തിക്കൊണ്ടിരുന്നത് ശിവൻകുട്ടിക്കും കടകംപള്ളി സുരേന്ദ്രനും ഒക്കെ ആയിരുന്നു. ഇവർക്കൊക്കെ മാസ വരുമാനം ഒരു നല്ല വിധത്തിൽ ഈ ഗുണ്ടാപ്പിരിവ്, ഇത്തരത്തിലുള്ള ഹഫ്ത പിരിവ് തന്നെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ശിവൻകുട്ടിക്കൊക്കെ ഇപ്പോൾ ഒന്നാമത് അദ്ദേഹത്തിന് ആരോഗ്യ സംബന്ധമായ കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ മനസ്സിനും കൂടി ഇപ്പോൾ ഒരു ബലം. അതെ, അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ വല്ലാതെ ഭയപ്പെടുന്നുണ്ട് മനോജി.
ഇപ്പൊ ഇന്നലെ കഴിഞ്ഞ ദിവസം കടകംപള്ളി സുരേന്ദ്രൻ വെളുപ്പംകാലം പോയി ചെന്നിത്തലയെ കണ്ടിരുന്നു. ഒരു പക്ഷേ അടുത്ത് ശിവൻകുട്ടിയും ഇതുപോലെ പോകാൻ ചാൻസ് ഉണ്ട്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ സനോജി പറഞ്ഞ കാര്യങ്ങൾ, അനധികൃതമായിട്ടുള്ള ഭക്ഷണശാലകൾ, ഇവരുടെ പാർക്കിംഗ് സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, കടകൾ, ഇവയെല്ലാം അതിനുമപ്പുറത്തേക്ക് ഒരു വലിയ പ്രൊജക്ടിനെ വി രാജേഷ് എടുത്തു പറഞ്ഞിരുന്നു, സ്മാർട്ട് സിറ്റി പ്രൊജക്ട്. അത് ഇവരുടെ ഉള്ളു കിടക്കുന്ന ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നി. കോടിക്കണക്കിന് രൂപയുടെ അഴിമതികൾ നടന്നിട്ടുള്ളത് വളരെ കൃത്യമാണ്. ഒരു കാര്യം പറഞ്ഞോട്ടെ, കഴിഞ്ഞ ടേമിൽ തിരുവനന്തപുരം മേയർ ആയിരുന്നത് ആര്യ രാജേന്ദ്രൻ, മേയർ ഊട്ടി എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന CPM-ന്റെ കണ്ണിലുണ്ണിയായിട്ടുള്ള ബാലികയാണ്. ഇവരെ എന്തിനാ മേയറാക്കിയത്? അത് ഈ പ്രായം കുറഞ്ഞ മേയർ ആ സ്ഥാനത്ത് വരണമെന്നോ അങ്ങനെയുള്ള, അതൊക്കെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള വിദ്യ. മറിച്ച് ഈ മേയറിനെ മുൻനിർത്തിക്കൊണ്ട് ഇവിടെ പഴയ ചില ആളുകൾ തന്നെയാണ് നഗരസഭ അടക്കി ഭരിച്ചുകൊണ്ടിരുന്നത്. ഇവർക്ക് കിട്ടേണ്ട ഈ പറഞ്ഞതുപോലുള്ള ഹഫ്തകളും മാസപ്പിരിവുകളും മാസപ്പടികളും ഒക്കെ കൃത്യമായി പല മേഖലകളിൽ നിന്ന് കുമിഞ്ഞു കൂടിക്കൊണ്ടിരുന്നു. ഇത് ഒരു ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥിര വരുമാനമായിരുന്നു. അതുകൊണ്ട് തന്നെയാണല്ലോ പഴയ മേയർ പറഞ്ഞത് എന്നെക്കാളും നല്ല മേയറായിരുന്നു മേയർ ഊട്ടിന്ന്. അതെ 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 അദ്ദേഹം സർട്ടിഫിക്കറ്റ് കൊടുത്തു. അതെ അതെ അതെ. അപ്പോ ഇതൊക്കെ ആര്യ രാജേന്ദ്രനെ പോലുള്ളവർക്ക് ഇതൊന്നും അറിയണ്ട, കാര്യം അതിന്റെ ഒരു പക്വതയും എത്തിയിട്ടില്ല. ഇല്ല. അപ്പോൾ മറ്റു ചിലർ ഈ ഒരു അവസരം കൃത്യമായി മുതലാക്കുകയായിരുന്നു. നേരത്തെ ഈ പറഞ്ഞതുപോലെ കടകംപള്ളി സുരേന്ദ്രൻ, അദ്ദേഹത്തിന് നേരത്തെ ഇവിടുത്തെ ജില്ലയുടെ CPM-ന്റെ ജില്ലയുടെ ചുമതലയുള്ള വ്യക്തിയായിരുന്നു. ശിവൻകുട്ടിക്ക് ഈ പറഞ്ഞ പോലെ ജില്ലയുടെ ചാർജുള്ള മന്ത്രിയായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് വലിയ രീതിയിലുള്ള പിരിവുകൾ ഈ പല രീതിയിലും നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ചോദ്യവും പറച്ചിലൊന്നുമില്ല. ഇവിടെ എന്തോ നമ്മുടെ ഗാന്ധി പാർക്കിലുള്ള പാർക്കിംഗ് ഗ്രൗണ്ട്, അവിടെയും ഈ പറഞ്ഞതുപോലെയാണ് ടെൻഡർ കാലാവധി അവസാനിച്ചിട്ടും ആ പഴയ രസീത് കുറ്റി വെച്ച് വീണ്ടും പിരിവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ കൃത്യമായ വിഹിതം ചെല്ലേണ്ടടുത്ത് ചെന്നാൽ ചോദിക്കാനും ധൈര്യം എന്താണ് ചോദിച്ചാൽ പറയാമല്ലോ, ഞങ്ങൾ കൃത്യമായി പിരിവ് കൊടുക്കുന്നുണ്ട്, പിന്നെ എന്തിനാ ഞങ്ങൾ പേടിക്കുന്നതെന്ന് അവർക്ക് തിരിച്ചു ചോദിക്കാം. തീർച്ചയായിട്ടും. പക്ഷേ ഭരണം മാറിയത് പലരും ഇപ്പോഴും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് ഈ തിരുവനന്തപുരം നഗരസഭ പോയതിന് LDF-ൽ ഇത്രയും വലിയ ഷോക്ക് ഉണ്ടായത്. കാര്യം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയമല്ല അവരെ ഉള്ളുലച്ചത്, അവരുടെ ഉള്ളുലഞ്ഞത് ഈ നഗരസഭയിലേറ്റ തിരിച്ചടിയായിരുന്നു. ഭീമമായൊരു വരുമാനം. അതുപോലെ കുറെ നേതാക്കന്മാരുടെ കഞ്ഞി കുടി മുട്ടി എന്ന് പച്ചമലയാളത്തിൽ നമുക്ക് പറയേണ്ടി വരും. അവരുടെ ഒരു എന്താ പറയാ, അവരുടെ ഒരു സ്ഥിര വരുമാനമായിരുന്നു ഈ പിരിവ്, ഹഫ്ത പിരിവ്. അത് പാടെ നിലച്ചു. അതോടുകൂടി അവരുടെ വരുമാനം ഇല്ലാതായി. മാത്രമല്ല ഇനിയൊരു അന്വേഷണം വരണമെങ്കിൽ ഇവരെല്ലാം ഒന്നോടുകൂടി അകത്ത് പോകുന്ന കടകംപള്ളി സുരേന്ദ്രന് പ്രത്യേകിച്ച് ഇപ്പൊ നല്ല സമയമാണ്. അതെ, അതിന്റെ കൂടെ ശിവൻകുട്ടി ശിഷ്യൻ പോകുന്നതിന്റെ പുറകെ ഗുരുവും കൂടി വന്നു കഴിഞ്ഞാൽ തികഞ്ഞു. 2 താടിവാലകൾക്കും കൂടെ ഒരു സെല്ല് ചിലപ്പോൾ കിട്ടിയെന്ന് വരും. അപ്പോൾ ഇനി ഇതിന്റെ ഈ ഫോറൻസിക് ഓഡിറ്റിലേക്കൊക്കെ കാര്യങ്ങൾ കടക്കുമ്പോൾ മേയർ വി രാജേഷിനെതിരെ ഒരു ആസൂത്രിതമായിട്ടുള്ളൊരു ആക്രമണം ഇപ്പോൾ പദ്ധതി തുടങ്ങിക്കഴിഞ്ഞല്ലോ. അതിപ്പോ ആൾറെഡി എന്ന് മുതലാണോ വി രാജേഷിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വരുന്നത് അന്ന് മുതൽ തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ വന്നിരുന്ന ആക്രമണം ഇപ്പൊ അതും വിട്ട് പരസ്യമായ കയ്യാങ്കളി വരെ എത്തി നിൽക്കുന്നു. ഇപ്പൊ ഇന്നലെ 190 ദിവസം കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു പുതിയ ഭരണസമിതി നിലവിൽ വന്നിട്ട്. അപ്പോ പക്ഷെ ജനങ്ങളാണല്ലോ ഇതിൽ പബ്ലിക് ബൈറ്റ് എടുത്താണ്. അപ്പൊ ജനങ്ങൾ പറയുന്നത് അതാണ് വി രാജേഷും പറയുന്നത്. കാര്യം കഴിഞ്ഞ ദിവസം മേയറുടെ കാലിന് പരിക്ക് പറ്റി അദ്ദേഹത്തെ കാണാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ചേംബറിൽ പോയപ്പോൾ അദ്ദേഹം നേരിട്ട് പറഞ്ഞത്, എന്തിനാണ് ഞങ്ങൾ ഇവരെ ഭയക്കുന്നത്? ഞങ്ങൾ CPM-നെയും UDF-നെയും ഒക്കെ ഭയക്കുന്നത് എന്തിനാണ്? ഞങ്ങളെ തെരഞ്ഞെടുത്ത് ഇങ്ങോട്ട് അയച്ചത് 5 വർഷം ഇവിടെ ഭരിക്കാനായി അയച്ചത് ജനങ്ങളാണ്. ആ ജനങ്ങൾ പറയട്ടെ, ജനങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങിപ്പോകാം. അതുവരെ ഞങ്ങൾ ഭരിക്കും, നന്നായിട്ട് ഭരിക്കും, അവർക്ക് ചെയ്യേണ്ട ജനോപകാരപ്രദമായ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യും എന്നുള്ള ഒരു ഉറച്ച തീരുമാനമാണ്. മാത്രമല്ല ഈ നാളിതുവരെ കാണാതെ ഉള്ള ഒരുപാട് പരിഷ്കാരങ്ങളാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി നമ്മൾ ഈ തിരുവനന്തപുരം നഗരസഭ കേന്ദ്രീകരിച്ച് കാണുന്നത്. പ്രത്യേകിച്ചും ഈ സ്കൂൾ തുറക്കുന്ന വേളയിൽ മേയർ കെയർ എന്നൊരു പദ്ധതി, ഒരുപക്ഷെ തിരുവനന്തപുരം നഗരത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി അല്ലേ? അതെ. ഇന്ന് വരെ എത്രയോ മേയർമാർ ഇവിടെ മാറി മാറി ഭരിച്ചിട്ടുണ്ട്. ഇന്ന് വരെയെങ്കിലും ഒരു സ്കൂൾ കുട്ടിക്കെങ്കിലും ബുക്കും പെൻസിലും എങ്കിലും ഏതെങ്കിലും ഒരു മേയർ വാങ്ങി കൊടുത്തിട്ടുണ്ടോ? ഇത് മേയർ കൃത്യമായി മേയർക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യാൻ വരുന്ന ആളുകളെ ഒരുമിപ്പിച്ചുകൊണ്ട് എനിക്കല്ല ചെയ്യേണ്ടത്, എൻ്റെ ഒരു പദ്ധതിയുണ്ട്, ആ പദ്ധതിയിലേക്ക് ചെയ്യൂ എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് ഒരു മേയർ കെയർ പദ്ധതി ആരംഭിക്കുകയും അതിൽ നിർധനരായ ഓരോ വാർഡിലെയും കുട്ടികൾക്ക്, തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്ക്, അർഹതപ്പെട്ട കുട്ടികൾക്ക് കൃത്യമായി അവർക്ക് പാഠ്യ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു പദ്ധതി. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവരെയൊക്കെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. മാത്രമല്ല ഇതിന്റെ ഉപഭോക്താക്കളായത് പലതും മറ്റു പാർട്ടികളിൽപ്പെട്ട കുട്ടികളാണ്, ആളുകളുടെ കുട്ടികൾക്കുള്ളതാണ്. നമുക്ക് രാഷ്ട്രീയമൊന്നുമില്ലല്ലോ, കുട്ടികളുടെ കാര്യമാണ്. അപ്പോൾ അവർക്ക് പോലും ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടായി എന്നുള്ളതാണ്. അതെ, ഇപ്പൊ സാധാരണ കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും കോൺഗ്രസ്സുകാരാണെങ്കിലും പറഞ്ഞു തുടങ്ങി ഈ മേയർ ഉള്ളപ്പോഴാണ് ഒരു മേയർ ഉണ്ടെന്നുള്ള ഒരു തോന്നൽ
കൂടുതൽ വരുന്നത്. അത് മാത്രമല്ല ഇത്രയും കോർപ്പറേഷനുകൾ കേരളത്തിലുണ്ട്, വേറെ ഏതെങ്കിലും മേയർ ആർക്കെങ്കിലും അറിയാം? അതെ, സത്യം. ഇനി ഈ മേയർ കെയർ എന്നുള്ള പദ്ധതിക്ക് അപ്പുറത്തേക്ക് തെരുവ് നായ ശല്യം, അതിന് വേണ്ടിയിട്ട് ക്രിയാത്മകമായിട്ടുള്ള മുഴുവനായി എന്ന് മേയർ പോലും അവകാശപ്പെടുന്നില്ല. ഇവരുടെ ഭരണം തുടങ്ങിയിട്ട് 6 മാസമല്ലേ മനോജി, ഓരോ പദ്ധതികളായി അവതരിപ്പിച്ച് വരുന്നതേ ഉള്ളൂ. അടുത്തിനി വൃദ്ധജനങ്ങളെ പരിരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു വയോ കെയർ പദ്ധതി വരുന്നുണ്ട്. മെഡിസിൻ മരുന്നുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതികളും ഈ വീട്ടു പഠിക്കൽ മരുന്നുകൾ എത്തിക്കുന്ന രീതിയിലുള്ള വിപുലമായ പദ്ധതികൾക്കൊക്കെയാണ് ആസൂത്രണം ചെയ്യുന്നത്. നഗരത്തിൽ ഈ പറഞ്ഞതുപോലെ ശുചിമുറികളുടെ അഭാവം ഒരുപാടുണ്ട്. ഇത്രയും കാലം ഭരിച്ച LDF സർക്കാരിന്റെ കീഴിൽ എത്ര ടോയ്ലറ്റ് കോംപ്ലക്സുകൾ തിരുവനന്തപുരം സിറ്റിയിലുണ്ടെന്നൊന്ന് ഇറങ്ങി നോക്കാം. തിരുവനന്തപുരം KSRTC ബസ് സ്റ്റാൻഡിലെ സ്ത്രീകളുടെ ടോയ്ലറ്റ് ഉൾപ്പെടെ ശോച്യാവസ്ഥയിലാണ്. അപ്പോൾ പുതിയ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ബയോ ടോയ്ലറ്റ് അടക്കമുള്ള കാര്യങ്ങൾ നഗരത്തിന്റെ മുക്കിലും മൂലയിലും എത്തിക്കുന്ന രീതിയിലുള്ള കാര്യം. ഇവിടെ തിരുവനന്തപുരം നഗരത്തിൽ പല പല വിധമായ ആവശ്യങ്ങൾക്കായി ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉണ്ട്, സെക്രട്ടേറിയറ്റ് ഉണ്ട്, അങ്ങനെ ഭരണസിരാ കേന്ദ്രമായി ഇവിടെ പലവിധമായ ആവശ്യങ്ങൾക്കായി ജില്ലയുടെ പല ജില്ലകളിൽ നിന്നും നിരവധി പേരാണ് കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും ഇവിടെ പ്രതിദിനം വന്നു പോകുന്നത്. അപ്പൊ അവരുടെ ബേസിക് നീഡ്സിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ പോലും നാളിതുവരെ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു പച്ച പരമാർത്ഥമാണ്. അപ്പൊ അതൊക്കെ മാറ്റി എഴുതാൻ ഒരു വശത്തുകൂടി ശ്രമിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള വൃത്തികെട്ട ആരോപണങ്ങൾ, ഒരു കാൽക്കാശിന്റെ പോലും കഴമ്പില്ലാത്ത ആരോപണങ്ങളുമായി ഈ പ്രതിപക്ഷം ഇറങ്ങുന്നത്. അതിൽ ഏറ്റവും സങ്കടകരമായത് ശബരിനാഥിനെ പോലുള്ളവരെയൊക്കെ മുൻനിർത്തി CPM ഈ വൃത്തികെട്ട കളി കളിക്കുന്നു എന്നുള്ളതാണ്. ഈ ശബരിനാഥും ശിവൻകുട്ടിയും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടന്നതായിട്ട് ഉണ്ടാവണമല്ലോ. കാര്യം ശിവൻകുട്ടിക്ക് ഇനി കാര്യങ്ങൾ നീക്കണമെങ്കിൽ ഈ ശബരിനാഥിനെ പോലുള്ള ഒരാളിനെ കൊള്ളാം, അത്യാവശ്യം പയ്യൻ നിന്ന് കളിക്കുന്നുണ്ട്, ഇടയിൽ നിന്നാണെങ്കിലും പയ്യൻ താടിയൊക്കെ ഉണ്ട്. അപ്പൊ ആ താടിക്കൂട്ടായ്മയുടെ ഒരു പണ്ട് നിയമസഭയിൽ അദ്ദേഹം നടത്തിയ പ്രകടനത്തിന്റെ ഒരു അടുത്തെത്തുന്ന പ്രകടനമൊന്നും ഇനി ആരെയും പ്രതീക്ഷിക്കുന്നത് മാച്ച് ചെയ്യാൻ പറ്റില്ല. അത് ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ പറഞ്ഞതുപോലെ അത് ചിലർക്ക് മാത്രമുള്ള 1000 വർഷത്തിൽ ഒരിക്കലൊക്കെ അദ്ദേഹത്തിന്റെ മാത്രം അസാമാന്യമായ കഴിവാണ്. അതിന് മറ്റൊരാൾക്ക് അത് അനുകരിക്കാനോ അത് പകർത്തിയാടാനോ ഒന്നും പറ്റില്ല. അതെ, ഈ പട്ടുനൂലിനൊപ്പം വാഴനാര് ചേർത്ത് വെച്ചതുപോലെ അതിന് കാലം എത്ര കഴിഞ്ഞാലും ശിവൻകുട്ടിയുടെ ആ താണ്ഡവം ശിവൻകുട്ടിയുടെ താണ്ഡവമായിട്ട് തന്നെയായിരിക്കും. അതങ്ങനെ തന്നെ നിലനിൽക്കും. ഈ ആക്രമണത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ പൊതുവെ ഇവരുടെ LDF UDF ഉള്ള ആക്രമണം ശരി നാം എല്ലാം കണ്ടതാണ്. പക്ഷേ പിന്നാമ്പുറങ്ങളിൽ നിന്ന് മുഖ്യധാരാ മാധ്യമങ്ങൾ ഇന്ന് രാവിലെ മുതൽ ചില മുഖ്യധാരാ മാധ്യമങ്ങൾ ഇടയ്ക്കിടെ ഈ മാലിന്യ സംസ്കരണം എന്നുള്ളത് പ്രത്യേക ചില പ്രദേശങ്ങളെ മാത്രം കേന്ദ്രീകരിച്ച് ഇതിൽ പരാജയമാണ്, വലിയ അവകാശവാദങ്ങൾ പറഞ്ഞു. മാലിന്യ സംസ്കരണത്തിന്റെ വിഷയം ഇവർ കയറിയത് മുതൽ ഇതിന്റെ സമാന്തരമായി തന്നെ സഞ്ചരിക്കുന്ന വിഷയമാണ്. ഇപ്പൊ ആദ്യം ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളായിരുന്നു. ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞിട്ട് മാലിന്യങ്ങൾ കൃത്യസമയത്ത് നീക്കം ചെയ്തില്ല, അത് LDF ആണെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ നീക്കം ചെയ്തു. അതൊക്കെ പിന്നീട് നമ്മൾ കണ്ടതാണ് എന്താണെന്നുള്ളത്. അതിന്റെ റോങ് നെറേറ്റീവ്സ് എന്തായിരുന്നു, ശരിയായ നെറേറ്റീവ് എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ തന്നെ വാർത്തകളിൽ പല വിധത്തിൽ കൊടുത്തതാണ്. പക്ഷേ ഇതൊന്നുമല്ല വിഷയം. ഇപ്പോഴും ഈ പറഞ്ഞതുപോലെ മീഡിയാസ്, അത് അറിയാം, ഈ ലെഫ്റ്റ് നെറേറ്റീവ് മീഡിയാസ് കുറേ പേരുണ്ട്. അവർക്ക് കൃത്യമായി ആ രീതിയിൽ തന്നെയാണ് ഇത് വളച്ചൊടിച്ച് വാർത്ത കൊടുക്കണം എന്നുള്ളത് കൊണ്ട് അതിനൊന്നും പറയാൻ പറ്റില്ല. അവർ മനസ്സിലാക്കിയിരിക്കുന്ന അവരുടെ മാധ്യമധർമ്മം അതാണ്. അപ്പൊ അതിനെ മാറ്റി എഴുതാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞാൽ വലിയ ഭഗീരഥ പ്രയത്നമാണ്. അതിലൊന്നും തുനിയാതിരിക്കുന്നതാണ് നല്ലത്. അവരെ വഴിക്ക് വിടുക. പക്ഷെ എന്തായാലും തിരുവനന്തപുരം നഗരസഭയ്ക്കെതിരെ ആക്രമണങ്ങൾ പല കോണിൽ നിന്ന് ശക്തമാണെങ്കിലും തിരുവനന്തപുരത്തെ ജനങ്ങൾ സന്തുഷ്ടരാണ്. ഇനി അങ്ങോട്ടുള്ള നല്ല നടപടികൾ തുടരുക. എന്തായാലും ഒരു കാര്യം വളരെ ശക്തമാണ്, എന്തൊക്കെ എതിർപ്പുകൾ ഉണ്ടായാലും ഈ ഫോറൻസിക് ഓഡിറ്റ് എന്നുള്ള കാര്യത്തിൽ നിന്നും മേയർ ഒരു തെല്ലിട പോലും പിന്നോട്ട് പോകില്ല. അദ്ദേഹം അതുമായിട്ട് മുന്നോട്ട് പോകും. അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പല തലകളും നിലത്ത് കിടന്നുരുളും. അത് കൃത്യമായി മനസ്സിലാക്കിയവർ തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയ്ക്കെതിരെ വാളോങ്ങുന്നവർ, അതിനെതിരെ ശബ്ദമുയർത്തുന്നവർ, ഇത്തരത്തിലുള്ള സംഘർഷം ഉണ്ടാക്കുന്നവർ. പിന്നെ ഈ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിക്കുന്ന ടീമുകളും ഉണ്ട്. അപ്പൊ അങ്ങനെ ഇത് എന്താ പറയാ, ഒരു അന്തവും കുന്തവും ഇല്ലാത്ത രീതിയിൽ ഇത് മുന്നോട്ട് പൊക്കോണ്ടിരിക്കും. മറു സൈഡിൽ കൂടെ ഈ ഫോറൻസിക് അന്വേഷണം വരും, കൃത്യമായ പിടി വീഴുകയും ചെയ്യും. അത് കേരളയിൽ വരും കേട്ടോ എന്ന് പറഞ്ഞ പോലെ അല്ല, ഫോറൻസിക് റിപ്പോർട്ട് ഓഡിറ്റ് വരും കേട്ടോ എന്ന് പറയുന്ന പോലെ തീർച്ചയായിട്ടും വരുന്നൊരു സംഭവം തന്നെയായിരിക്കും. അതിൽ തന്നെ ഈ സ്മാർട്ട് സിറ്റി വളരെ പ്രധാനപ്പെട്ടാണ്. കാരണം അതിൻ്റെ പദ്ധതികളുടെ പേരിൽ തിരുവനന്തപുരത്തെ സാധാരണ ജനങ്ങൾ അനുഭവിച്ച കഷ്ടനഷ്ടങ്ങൾ ചില്ലറയല്ല, ഗതാഗത തടസ്സമൊക്കെയായിട്ട്. അതിന്റെ പിന്നിൽ ഇത്രയും വലിയൊരു അഴിമതി എന്തെങ്കിലും ഇതിന്റെ ഒരു എക്സ്ട്രീം വശം കൂടെ ഉണ്ട് മനോജി. കാര്യം എന്ന് വെച്ചാല് ഇതിന്റെ എല്ലാം പദ്ധതികൾ ഇപ്പോൾ ഈ BJPയുടെ നേതൃത്വത്തിലുള്ള നഗരസഭ ഈ പദ്ധതികളെല്ലാം ഒരു കൃത്യമായ ബ്ലൂ പ്രിന്റ് ആക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം കൂടി ക്ലോസ് മോണിറ്റർ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആണിത്. അപ്പോ
കൃത്യം അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന ശൈലി അറിയാമല്ലോ. അതെ. ഇതിനെല്ലാം കൃത്യമായ ഫീഡ്ബാക്ക് അദ്ദേഹത്തെ അറിയിക്കണം. അറിയിക്കും. ഒരു 2-3 മാസം കൂടുമ്പോൾ ഇതിന്റെ റിവ്യൂ ഉണ്ടാവും. അതെ. അപ്പൊ ചോദിക്കും ഈ പ്രോജക്ട് എവിടം വരെയായി, മറ്റേ പ്രോജക്ട് എവിടെ വരെയായി. അതെ. അപ്പൊ വി രാജേഷിന് കൃത്യമായ ഉത്തരം കൊടുക്കണം. അതെ. ഉത്തരം കൊടുക്കണമെങ്കിൽ അദ്ദേഹത്തിന് തടസ്സമില്ലാത്ത രീതിയിൽ ഇതിന്റെ അന്വേഷണങ്ങൾ നടത്തി കൃത്യമായ റിപ്പോർട്ട് തന്നെ കൊടുക്കണം. അതെ, ഇല്ലെങ്കിൽ അവിടെ ബെഞ്ചേ കയറ്റി നിർത്തുമോ? അതെ 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 ഹെഡ് മാസ്റ്റർ വേറെയാണ്, പോളിറ്റ് ബ്യൂറോയിലെ ഹെഡ് മാസ്റ്റർ അല്ല ഇവിടുത്തെ ഹെഡ് മാസ്റ്റർ. അവിടെ ബെഞ്ചിൽ കയറി ഈ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ വേറെയാണ്, ആള് വേറെയാണ്. അതെ അതെ അതെ. അതുകൊണ്ട് തന്നെ അതെ. അത് കൃത്യമായി ചെയ്തേ പറ്റൂ. അത് വി രാജേഷ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ശിവൻകുട്ടി താടിവാലകളെല്ലാം കൂടി ഒരു സംസ്ഥാന സമ്മേളനമായി ജയിലിന്റെ അകത്ത് എന്തായാലും അവൈലബിൾ പോളിറ്റ് ബ്യൂറോ അകത്ത് കൂടാൻ സാധിക്കുമായിരിക്കും, അങ്ങനെ പ്രതീക്ഷിക്കാം നമുക്കല്ലേ. അതെ അതെ. അപ്പോൾ എന്തായാലും ഈ വിഷയം വികസിക്കുന്നതിനനുസരിച്ച് ചർച്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. സനോജി, വളരെ നന്ദി. നമസ്കാരം. നമസ്കാരം.